Hello everybody, welcome to English speaking course. ഇന്ന് നമുക്ക് നോക്കാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ നമുക്ക് എങ്ങനെയാണ് അവിടെ സംസാരിക്കേണ്ടത്. റെസ്റ്റോറൻറ്റ് അല്ല, നമ്മൾ സ്ഥിരം പറയും പോലെ ഇറ്റ്സ് റെസ്റ്റോറൻറ്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകുമ്പം വീട്ടിൽ നിന്ന് നമുക്കതിൻ്റെ റീസൺ പറയണമെങ്കിൽ വി ക്യാൻ സേ I don't feel like cooking. ഇന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നില്ല. Let's eat out tonight. നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാം. Let's eat out tonight. Let's eat out tonight. Then നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ റെസ്റ്റോറൻറ്റിലേക്കുള്ള ജേർണി. ലെറ്റ് സപ്പോസ് നമ്മൾ 2 പേരാണ് റെസ്റ്റോറൻറ്റിൽ എത്തുന്നത്. സോ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് 2 സീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണോ, ഇവിടെ ഇരിക്കാം, നമ്മൾ എങ്ങനെ പറയണ്ടേ? മേ വി സിറ്റ് ഹിയർ, മേ വി സിറ്റ് ഹിയർ. അല്ലെങ്കിലോ 2 ടേബിൾ കണ്ടില്ലെങ്കിലോ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മാനേജറോ വെയിറ്ററോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചോദിക്കാം 2 സീറ്റ് വേണം, എ ടേബിൾ ഫോർ 2 പ്ലീസ്. നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് വെയിറ്റർ ചോദിക്കേണ്ടത് ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ എന്ത് നിങ്ങളെ സഹായിക്കണ്ട്. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ടത് കുടിക്കാൻ എന്തെങ്കിലും വേണോ, മേ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്, മേ ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക്. അതിൻ്റെ മറുപടി നമ്മൾ പറയേണ്ടത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് പറയാം. മേ ഐ ഗെറ്റ് ആൻ ആപ്പിൾ ജ്യൂസ് പ്ലീസ്, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസാണ് വേണ്ടെങ്കിൽ മേ ഐ ഗെറ്റ് ആൻ ഓറഞ്ച് ജ്യൂസ് പ്ലീസ്, മേ ഐ ഗെറ്റ് ആൻ ആപ്പിൾ ജ്യൂസ് പ്ലീസ്. സപ്പോസ് അവർ ആപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നു, അത് തണുപ്പായിരുന്നു, നമുക്ക് തണുപ്പല്ല വേണ്ടത്, നമുക്ക് റൂം ടെമ്പറേച്ചറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അവരോട് റിപ്ലേസ് ചെയ്യാൻ പറയാം. എങ്ങനെ പറയാം? ഇറ്റ്സ് കോൾഡ്, ക്യാൻ യു റിപ്ലേസ് ഇറ്റ് പ്ലീസ്, ഇറ്റ്സ് കോൾഡ്, ക്യാൻ യു റിപ്ലേസ് ഇറ്റ് പ്ലീസ്. നെക്സ്റ്റ് നമുക്ക് വെയിറ്ററോട് മെനു ചോദിക്കാം. നമുക്ക് ചോദിക്കാം പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദ മെനു, please help me with the menu, please help me with the menu. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം can you please give me the menu, can you please give me the menu, can you please give me the menu. ഞാൻ ഈ സെൻറ്റൻസസ് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറയണം. പ്രാക്ടീസ് വിൽ മേക്ക് യു പെർഫെക്റ്റ്. നെക്സ്റ്റ് അവർ നമുക്ക് മെനു തന്നതിന് ശേഷം നമ്മളോട് ചോദിക്കും നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ടേഴ്സ് വേണോ കഴിക്കാൻ. സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ മുന്നേ കഴിക്കേണ്ട ലഘുഭക്ഷണം, മെയിൻ ഭക്ഷണം, മെയിൻ കോഴ്സ് കഴിക്കേണ്ട മുന്നേ ഉള്ള ലഘുഭക്ഷണം. അവർ നമ്മളോട് ചോദിക്കേണ്ടതായിരിക്കും വുഡ് യു ലൈക്ക് ടു ഹാവ് എനി സ്റ്റാർട്ടേഴ്സ്, വുഡ് യു ലൈക്ക് ടു ഹാവ് എനി സ്റ്റാർട്ടേഴ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ ഓർഡർ ചെയ്യാം. I'll have French fries, I'll have French fries. നെക്സ്റ്റ് നമുക്ക് വെയിറ്റ് ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ട് തന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? വി മസ്റ്റ് താങ്ക് ഹിം, താങ്ക് യു. ഓരോ ഡിഷ് കൊണ്ടുവരുമ്പോൾ നമ്മൾ താങ്ക് യു പറയണം. നെക്സ്റ്റ് അവർ ചോദിക്കേണ്ടത് മെയിൻ ഫുഡ് എന്നാണ് നമുക്ക് വേണ്ടത്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഫോർ ദ മെയിൻ കോഴ്സ്, what would you like to have for the main course. നമുക്ക് നമ്മളെ മെയിൻ ഫുഡ് എന്നാ വേണ്ടത് അത് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം ഇന്നെന്നാ അവരുടെ സ്പെഷ്യൽ, ലൈക്ക് വാട്ട് ആർ ടുഡേസ് സ്പെഷ്യൽ, വാട്ട് ആർ ടുഡേസ് സ്പെഷ്യൽ. അല്ലെങ്കിൽ അവരെന്നാ സജസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് ചോദിക്കാം. വാട്ട് വുഡ് യു റിക്കമെൻഡ്, വാട്ട് വുഡ് യു റിക്കമെൻഡ്. നെക്സ്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് നമുക്കത് ഓർഡർ ചെയ്യാം. എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഐ വിൽ ഗോ വിത്ത് നൂഡിൽസ്, ഐൽ ഗോ വിത്ത് നൂഡിൽസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐൽ ഹാവ് എ വെജിറ്റേറിയൻ താലി, ഐൽ ഹാവ് എ വെജിറ്റേറിയൻ താലി. ഇത് 2 രീതിയിലും നമുക്ക് ചോദിക്കാം.
രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് റെസ്റ്റോറൻറ്റ് കോൺവെർസേഷനിൽ. നെക്സ്റ്റ് നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം അവർ നമ്മളോട് വീണ്ടും ചോദിക്കും, വുഡ് യു ലൈക്ക് ടു ഹാവ് എനിത്തിങ് എൽസ്, വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട്, സപ്പോസ് കുറച്ച് കറി എക്സ്ട്രാ വേണമെങ്കിൽ വി ക്യാൻ ആസ്ക് ദം സം മോർ കറി പ്ലീസ്, സം മോർ കറി പ്ലീസ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം, നോക്കാം എങ്ങനെയാണത്. I will have another helping of rice. I will have another helping of rice. അത് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ കൂടെ ഇരിക്കേണ്ട അവരോട് നമുക്ക് പറയാം, ഹെൽപ്പ് യുവർ സെൽഫ് പ്ലീസ്, നിങ്ങൾ എടുത്ത് കഴിക്കൂ. എന്തെങ്കിലും പ്ലേറ്റ് പാസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് ചോദിക്കേണ്ടത്, നമ്മൾ കൂടെ ഇരിക്കേണ്ട അവരോട്, we can ask them, please pass me the bowl of rice, അല്ലെങ്കിൽ please pass me the rice bowl, please pass me the curry. വീണ്ടും വെയിറ്റർ വന്നിട്ട് നമ്മളോട് ചോദിച്ചാൽ എനിത്തിങ് എൽസ് സർ, അല്ലെങ്കിൽ എനിത്തിങ് എൽസ് മാം, അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ സെൻറ്റൻസ് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുമ്പം ഒരു സെൻറ്റൻസ് പറഞ്ഞിനായിരുന്നല്ലോ, ഇത് നിങ്ങൾക്കുള്ള വർക്കാണ്. നിങ്ങൾ ആലോചിച്ചോ നോക്കിയേ എന്നാ പറയേണ്ടത്? യെസ്, I'll go with the vanilla ice cream. I'll go with the vanilla ice cream. ഇതാണ് നമ്മൾ ലാസ്റ്റിൽ കഴിക്കാനുള്ള ഡെസേർട്ട്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയെങ്കിൽ, ഒന്നും വേണ്ടിയെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? നോ താങ്ക്സ്, എവറിത്തിങ് വാസ് ഗ്രേറ്റ്. അത് കേൾക്കുമ്പോൾ വെയിറ്റർക്ക് നല്ല സന്തോഷം വരും, കൂടാതെ നമ്മളെ പൊലൈറ്റ്നെസ് അവിടെ കാണും. നോ എവറിത്തിങ് വാസ് ഗ്രേറ്റ്. ഇനി എന്തെങ്കിലും ശരിയായിരുന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ബട്ട് ദ കറി വാസ് എ ബിറ്റ് സ്പൈസി ഫോർ മീ. ബട്ട് ദ കറി വാസ് എ ബിറ്റ് സ്പൈസി ഫോർ മീ. ഇത് മിസ്റ്റേക്കാണ്. ഫസ്റ്റ് നല്ലത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിസ്റ്റേക്ക് പറയുന്നത്. സോ ദിസ് ഈസ് എ പൊലൈറ്റ് വേ. നമ്മൾ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പൊലൈറ്റ് വേ ആണ് ഇത്. ഇതോടെ നമ്മളെ ഫുഡ് കഴിയും. ഇനി നെക്സ്റ്റ് നമുക്ക് ബില്ല് ഓർഡർ ചെയ്യണം. ബില്ല് കൊണ്ടുവരാൻ നമ്മൾ എങ്ങനെ പറയാം? നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. കുഡ് ഐ ഹാവ് ദ ബിൽ, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഐ ആം റെഡി ടു പേ ദ ബിൽ. I am ready to pay the bill. ബില്ല് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? യു മേ കീപ് ദ ചേഞ്ച്. യു മേ കീപ് ദ ചേഞ്ച്. താങ്ക് യു. അപ്പോൾ നമ്മളോട് വെയിറ്റർ പറയും താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നമ്മൾ നേരത്തെ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ നമുക്ക് അവരെ വിഷ് ചെയ്യാം, ഹാവ് എ നൈസ് ഡേ. അതെങ്ങനെ നമ്മൾ വിഷ് ചെയ്യേണ്ടത്? യു ടു ദ സെയിം, ബൈ ബൈ. ഇത് പറഞ്ഞിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങാം. സോ ഫ്രണ്ട്സ്, വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിരുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട്. നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് എന്താ കാണേണ്ടത്? ഡു കമൻറ്റ് ആൻഡ് ജോയിൻ മീ. താങ്ക് യു.